ഹലോ നമസ്കാരം. ഡേറ്റാബേസ് ടെക്നോളജീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SQL എന്ന ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന പല ടൈപ്സ് ഓഫ് കമാൻഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടത് യൂണിയൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു, രണ്ട് ടേബിളിനെ ഒരുമിപ്പിക്കുന്നത്. യൂണിയൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് വേർഷനാണ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ഓപ്പറേഷൻ എന്താണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ റിലേഷണൽ ഓൾജിബ്ര പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് ജോയിനെ പറ്റി. SQL എന്ന ക്വറി ലാംഗ്വേജിൽ ജോയിൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ MySQLൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ആണ്. ഇവിടെ ഞാൻ നമ്മുടെ ഡേറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈ ഡേറ്റാബേസ് എന്നുള്ളതായിരുന്നു നമ്മൾ ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡേറ്റാബേസ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഇത്രയും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഉപയോഗിച്ച ഒരു ടേബിളാണ് കസ്റ്റമർ ടേബിൾ. 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്: കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, അഡ്രസ്, പോസ്റ്റൽ കോഡ്, കൺട്രി. 3 റോസ് ആണ് അതിൻ്റെ ഉള്ളത്. 3 പേരുടെ വാല്യൂസ് ആണ്, അല്ലെങ്കിൽ 3 ട്യൂപ്പിളാണ് കസ്റ്റമർ ടേബിളിലുള്ളത്. അതുപോലെ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു ടേബിളാണ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അവിടെ 3 ആട്രിബ്യൂട്ടും 3 റോയും ഉണ്ട്: ഓർഡർ ID, കസ്റ്റമർ ID, ഓർഡർ ഡേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമർ ടേബിളിലും ഓർഡേഴ്സ് ടേബിളിലും ഒരു ആട്രിബ്യൂട്ട് കോമൺ ആണ്, CID അല്ലെങ്കിൽ കസ്റ്റമർ ID. അപ്പോൾ ഈ കോമൺ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ 2 ടേബിളിൽ നിന്നും വാല്യൂ എടുക്കാം. ജോയിൻ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് വാല്യൂ എടുക്കാം. നമ്മുടെ കണ്ടീഷൻ ഇതായിരിക്കണം: ഇവിടുത്തെ കസ്റ്റമർ ടേബിളിലെ CIDയും ഓർഡേഴ്സ് ടേബിളിലെ CIDയും മാച്ചിങ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കിയാൽ അറിയാം, കസ്റ്റമർ ടേബിളിൽ CID 1, 2, 3 ആണ് വരുന്നത്. ഓർഡേഴ്സ് ടേബിളിൽ CID 2, 37, 77. അപ്പം ഒബ്വിയസ്ലി 2ഉം 2ഉം മാത്രമായിരിക്കും മാച്ചിങ് ആയിട്ട് വരിക. നമുക്ക് അങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യണം? ആ ഒരു കണ്ടീഷനെ വെച്ച് നമ്മൾ ചെയ്തത് 2 ടേബിളിൽ നിന്ന് എങ്ങനെ കൺകറൻ്റ് ആയിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 2 ടേബിളിലെയും എല്ലാ വാല്യൂസും വേണം എന്നാണെങ്കിൽ, എല്ലാ ആട്രിബ്യൂട്ടും വേണമെന്നാണെങ്കിൽ ഞാൻ കൊടുക്കും സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ കോമ ഓർഡേഴ്സ്. ഇതും കൊണ്ട് തീരുന്നില്ല. കസ്റ്റമറിൽ നിന്നും ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും എനിക്ക് എല്ലാ ആട്രിബ്യൂട്ട്സും വേണം. പക്ഷേ കണ്ടീഷൻ എന്താണ്? വേർ കസ്റ്റമർ ഡോട്ട് CID ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് CID. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിൻ്റെ റിസൾട്ട് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ CID 2 ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ റോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് കസ്റ്റമർ ടേബിളിലെ മാത്രം ആട്രിബ്യൂട്ട്സ് അല്ല, കസ്റ്റമർ ടേബിളിലെ 5 ആട്രിബ്യൂട്ട്സിന് ശേഷം ഓർഡേഴ്സ് ടേബിളിലെ 3 ആട്രിബ്യൂട്ടും കൂടി ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. നമുക്കത് കണ്ടാലറിയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? എന്താണ് ഈ കസ്റ്റമർ ഡോട്ട് CID അല്ലെങ്കിൽ ഓർഡേഴ്സ് ഡോട്ട് CID എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ക്വറി ഒന്ന് വിശകലനം ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ കോമ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ടേബിളിലെ 5 ആട്രിബ്യൂട്ടും വേണം, ഓർഡേഴ്സ് ടേബിളിലെ 3 ആട്രിബ്യൂട്ടും വേണം. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? കസ്റ്റമർ ഡോട്ട് CID. ഇങ്ങനൊരു ഡോട്ട് കൊടുക്കാനുള്ള കാരണം തന്നെ നമ്മൾ ഇപ്പോൾ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ടേബിൾസ് കസ്റ്റമർ ആൻഡ് ഓർഡേഴ്സ്, ഇതിൽ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷനകത്ത് സെയിം പേരുള്ള ആട്രിബ്യൂട്ട്സ് വരുന്നു. കസ്റ്റമറിലും CID ഉണ്ട്, ഓർഡേഴ്സിലും CID ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറുതെ വേർ CID ഈക്വൽ ടു CID എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. കസ്റ്റമറിലെ CID ആണോ ഓർഡേഴ്സിലെ CID ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമർ ഡോട്ട് CID ഓർഡേഴ്സ് ഡോട്ട് CID എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമറിൻ്റെ CID എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമർ ഡോട്ട് CID കൊടുത്തിരിക്കുന്നത്. ഓർഡേഴ്സിൻ്റെ CID എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡേഴ്സ് ഡോട്ട് CID എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കസ്റ്റമറിൻ്റെ CIDയും ഓർഡേഴ്സിൻ്റെ CIDയും ഈക്വലായി വരുന്ന ആ പർട്ടിക്കുലർ റോ, മാച്ചിങ് ആയിട്ട് വരുന്ന റോ ഫുള്ള് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാം.
ഇതിനെ എങ്ങനെ നമുക്ക് ജോയിനിലേക്ക് മാറ്റി എഴുതാം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, അധികം വ്യത്യാസമൊന്നുമില്ല. സെലക്ട്, എനിക്ക് എല്ലാ ആട്രിബ്യൂട്ട്സും വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം, ആദ്യം ഒരു ടേബിൾ എഴുതാം. കസ്റ്റമർ, നമുക്ക് ഒരു കാര്യം അറിയാം, ഇവിടെ ജോയിൻ ഉപയോഗിക്കാതെ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ക്വറിയിൽ നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ ചെയ്ത്, ഈ കണ്ടീഷൻ മാച്ചിങ് ആയ റോ മാത്രമാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ മാച്ചിങ് ആവുന്ന റോസ് മാത്രം റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിൻസിനെ നമ്മൾ ഇന്നർ ജോയിൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട കീവേഡ് ഇന്നർ ജോയിൻ എന്നുള്ളതാണ്. ഫ്രം കസ്റ്റമർ ഇന്നർ ജോയിൻ ഓർഡേഴ്സ്, ഇതും കൊണ്ടായില്ല. ഇനി ഓൺ കസ്റ്റമർ ഡോട്ട് CID ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് CID. ഇതാണ് നമ്മുടെ ഇന്നർ ജോയിൻ്റെ കോഡ്. ഇവിടെ നമ്മൾ വേർ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടല്ല നമ്മളുടെ ജോയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്, പകരം ഓൺ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇത് ഇന്നർ ജോയിൻ്റെ അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ജോയിൻ്റെയും സിൻടാക്സ് ഇങ്ങനെയാണ്. സെലക്റ്റിന് ശേഷം ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേണോ അത് കോമയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഫ്രം ഫസ്റ്റ് ടേബിൾ ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിൾ ഓൺ, അതിനുശേഷമാണ് എന്താണ് ആ കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് നോക്കിക്കേ, സെയിം തന്നെയാണ്. നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ ജോയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചത്. ഇനി സപ്പോസ് നമുക്ക് സെലക്ട് സ്റ്റാർ വേണ്ട, എല്ലാ ആട്രിബ്യൂട്ടും വേണ്ട, അങ്ങനെ ഇപ്പോൾ എനിക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മതിയെങ്കിൽ, സപ്പോസ് എനിക്ക് കസ്റ്റമറിൻ്റെ പേരും ഓർഡർ ഐഡിയും ഓർഡർ ഡേറ്റും മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വേണം ക്വറി കൊടുക്കാൻ. സെലക്ട് സ്റ്റാറിന് പകരം സെലക്ട് കസ്റ്റമർ നെയിം, ഓർഡർ ID, ഓർഡർ ഡേറ്റ്. അപ്പം ഇവിടെ ഒന്നും ഞാൻ കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ നെയിം, ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ID എന്ന് കൊടുക്കാത്തത്, കസ്റ്റമർ നെയിം നെയിം എന്ന പേരിലുള്ള ഒരു ആട്രിബ്യൂട്ട് രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നില്ല, ഒരൊറ്റ ടേബിളിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കൺഫ്യൂഷൻ വരുന്നില്ല. അതുപോലെ ഓർഡർ ID ഓർഡേഴ്സ് ടേബിളിൽ മാത്രമുള്ള ഒരാളാണ്, ഓർഡർ ഡേറ്റും ഓർഡേഴ്സ് ടേബിളിൽ മാത്രമുള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ടേബിൾ നെയിം ഡോട്ട് ആട്രിബ്യൂട്ട് നെയിം എന്ന് കൊടുക്കേണ്ടി വരുന്നില്ല. കോമൺ ആയിട്ടുള്ള പേര് വരുമ്പോഴാണ് നമ്മൾ നോർമലി അങ്ങനെ കൊടുക്കാറ്. നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ് ഫ്രം ഫസ്റ്റ് ടേബിൾ ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിൾ ഓൺ നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ എന്തായാലും നമ്മളിങ്ങനെ ടേബിൾ ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. ബിക്കോസ് മിക്കവാറും സെയിം ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ആ കണ്ടീഷനിൽ വരിക. ഇങ്ങനെയാണ് നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ മാത്രം ജോയിൻ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യേണ്ടത്. ഇനി നമ്മളിപ്പോൾ ഇന്നർ ജോയിൻ ആണ് കണ്ടത്. ഇന്നർ ജോയിൻ മാത്രമല്ല, ഇന്നർ ജോയിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ മാച്ച് ആവുന്ന ആ ഒരു റോ മാത്രമാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. പക്ഷേ നമുക്ക് അങ്ങനെ അല്ല, നമുക്ക് മാച്ച് ആവുന്നവരല്ല അല്ലാതെയും കിട്ടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഔട്ടർ ജോയിനുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇന്നർ ജോയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഡേറ്റ ലോസ് ഉണ്ടാവുന്നുണ്ട്. കാരണം നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ടേബിൾ കണ്ടോ, ഒരൊറ്റ റോ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി കസ്റ്റമർ ടേബിളിലെ ബാക്കി 2 പേരും ഓർഡേഴ്സ് ടേബിളിലെ ബാക്കി 2 പേരും നമുക്ക് മിസ്സിംഗ് ആണ്. അങ്ങനെ ഡേറ്റയുടെ ഒരു മിസ്സിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ടർ ജോയിൻ ഉപയോഗിക്കുന്നത്. അപ്പം 3 ടൈപ്പ് ഓഫ് ഔട്ടർ ജോയിൻ ഉണ്ടെന്നറിയാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, റൈറ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, ഫുൾ ഔട്ടർ ജോയിൻ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് നോക്കാം. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ്റെ പ്രത്യേകത എന്താണ്, ലെഫ്റ്റിൽ അല്ലെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടേബിളിലെ എല്ലാ ഡേറ്റയും വരും, ബാക്കിയൊക്കെ രണ്ടാമത്തെ ടേബിളിലെ എല്ലാ ഡേറ്റയും വരില്ല, മാച്ച് ഉള്ളത് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഈ സെയിം ജോയിൻ കണ്ടീഷൻ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഔട്ടർ ജോയിൻ വെച്ച് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ചിലയിടത്ത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ തന്നെ നമ്മൾ ഉപയോഗിക്കില്ല, ലെഫ്റ്റ് ജോയിൻ എന്ന് ഉപയോഗിച്ചാലും മതി, സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം സി നെയിം പിന്നെ ഓർഡർ ID മാത്രം മതി.
ഇനി from customer left join orders on customer dot CID equal to orders dot CID. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് കസ്റ്റമർ നെയിമും വേണം, ഓർഡർ ഐ ഡിയും വേണം. കോമൺ ആയിട്ടുള്ള പേര് വരാത്തത് കൊണ്ട് നമ്മൾ ടേബിൾ നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല. രണ്ട് ടേബിൾസ്, ഫ്രം ഫസ്റ്റ് ടേബിൾ, ലെഫ്റ്റ് ജോയിൻ സെക്കൻഡ് ടേബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ജോയിൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് ജോയിൻ എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ കസ്റ്റമർ ടേബിൾ ആണ്. അതിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാല്യൂസ്, ഇപ്പം നമ്മൾ കസ്റ്റമർ നെയിം മാത്രമാണ് കസ്റ്റമർ ടേബിളിൽ നിന്നും എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നെയിം എല്ലാവരും വരും, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ഓർഡർ ഐ ഡി ഇല്ല. മാച്ച് ഇല്ലെങ്കിൽ പോലും എല്ലാ കസ്റ്റമർ നെയിമിനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. മാച്ച് ഇല്ലാത്തവരുടെ അവിടെ നൾ വാല്യൂ കയറി വരുന്നു. നമ്മൾ ലെഫ്റ്റ് ജോയിൻ്റെ ഓപ്പറേഷൻ, റൈറ്റ് ജോയിൻ്റെ ഓപ്പറേഷനൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിംഗ് നമ്മൾ റിലേഷണൽ ആൾജിബ്രയുടെ സമയത്ത് പഠിച്ചതാണ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ടേബിളിലെ എല്ലാ വാല്യൂസിനെയും റീറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ ടേബിളിൽ മാച്ചിങ് ആയിട്ടുള്ള വാല്യൂ മാത്രം വരുന്നു. മാച്ച് ഇല്ലാത്തടത്ത് നൾ വാല്യൂ കയറി വരുന്നു. ഇതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ്റെ പ്രത്യേകത. അപ്പോൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്? അപ്പോൾ ലെഫ്റ്റ് ഔട്ടർ ജോയിന് കൊടുക്കേണ്ട ആവശ്യമില്ല, ലെഫ്റ്റ് ജോയിൻ എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെയാണ് റൈറ്റ് ജോയിനും അല്ലെങ്കിൽ റൈറ്റ് ഔട്ടർ ജോയിനും ചെയ്യുമ്പോൾ. ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് ജോയിൻ ചെയ്തല്ലോ, ഇനി നമുക്കിത് എന്തിൻ്റെങ്കിലും ബേസിൽ ഓർഡർ ചെയ്യണം, അതായത് സോർട്ട് ചെയ്യണം. കസ്റ്റമർ ഇതിപ്പോൾ ഓൾറെഡി കസ്റ്റമർ നെയിമിൻ്റെ ബേസിസിൽ സോർട്ടഡ് ആണ്. നമുക്ക് ഒരു ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്വറി എഴുതാം? നമുക്ക് ഓർഡർ ബൈ ഒക്കെ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. സെലക്ട് സി നെയിം, ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സെലക്ട് സി നെയിം കോമ ഓർഡർ ഐ ഡി ഫ്രം കസ്റ്റമർ ലെഫ്റ്റ് ജോയിൻ ഓർഡേഴ്സ് ഓൺ കസ്റ്റമർ ഡോട്ട് സി ഐ ഡി ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് സി ഐ ഡി. ഇതിന് ശേഷം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓർഡർ ബൈ എന്ത് കണ്ടീഷൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ എന്ത് കണ്ടീഷനല്ല, ഏത് ആട്രിബ്യൂട്ടിൻ്റെ ബേസിലാണോ ഓർഡർ ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ടിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഓർഡർ ബൈ സി നെയിം. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യണമെങ്കിൽ DESC. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സി നെയിമിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ വാല്യൂസിനെ നമുക്ക് കാണാം. അതിന് തൊട്ട് മുകളിലത്തെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ഒരു സോർട്ടിങ് ഓർഡർ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഓർഡർ ബൈയും ഈ ജോയിൻ്റെ കൂടെ ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ് ഇത്. ലെഫ്റ്റ് ജോയിൻ്റെ കേസിൽ മാത്രമല്ല, റൈറ്റ് ജോയിൻ്റെ കേസിലും ഇങ്ങനെ ഓർഡർ ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെയിം ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് എങ്ങനെ റൈറ്റ് ജോയിൻ ചെയ്യണം എന്ന് പറയാം. റൈറ്റ് ജോയിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. രണ്ടാമത് കിടക്കുന്ന ടേബിളിൻ്റെ എല്ലാ വാല്യൂസിനെയും റീറ്റെയിൻ ചെയ്യും. ആദ്യത്തെ കിടക്കുന്ന ടേബിളിൻ്റെ എല്ലാ വാല്യൂസും റീറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ലെഫ്റ്റ് ജോയിന് പകരം റൈറ്റ് ജോയിൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. സെലക്ട് സി നെയിം കോമ ഓർഡർ ഐ ഡി. ഇനി ഫ്രം കസ്റ്റമർ, ഇനി റൈറ്റ് ജോയിൻ ഓർഡേഴ്സ് ഓൺ കസ്റ്റമർ ഡോട്ട് സി ഐ ഡി ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് സി ഐ ഡി. ഇവിടെ നമ്മൾ റൈറ്റ് ജോയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ ഡോട്ട് സി ഐ ഡി അല്ല, ഓർഡേഴ്സ് ഡോട്ട് സി ഐ ഡി ആണ്. അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ചെയ്യാം. ഫ്രം കസ്റ്റമർ, ഓക്കെ, ഓർഡേഴ്സ് ഡോട്ട് സി ഐ ഡി. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാലറിയാം ഓർഡേഴ്സ് ടേബിളിലെ എല്ലാ വാല്യൂസിനെയും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കസ്റ്റമർ ടേബിളിലെ കസ്റ്റമർ നെയിം മാച്ചിങ് ആയിട്ടുള്ള ആൾ മാത്രം, അന്ന എന്ന് പറഞ്ഞ ആൾ മാത്രമാണ് മാച്ചിങ് വരുന്നത്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ റൈറ്റ് ജോയിനിലെ പ്രത്യേകത എന്താണ്? റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടേബിളിലെ എല്ലാ വാല്യൂസും വരും, ലെഫ്റ്റ് സൈഡിൽ മാച്ചിങ് ആയിട്ടുള്ള ആൾ മാത്രമേ വരുള്ളൂ. പ്ലസ്
മാച്ച് വരാത്തടത്ത് നൾ വാല്യൂ കയറി വന്നോളും, നൾ വാല്യൂ കയറി ഫിൽ ആയിക്കോളും. അതാണ് റൈറ്റ് ഔട്ടർ ജോയിൻ്റെ പ്രത്യേകത.